ഹൈറിച്ചിനെതിരെ അനിൽ അക്കരയും അദ്ദേഹത്തിന്റെ ടീമും നടത്തുന്ന നെറികെട്ട നാലാംകിട കുപ്രചരണങ്ങൾ ഈ നാടിനെ സ്നേഹിക്കുന്ന പൊതുജനങ്ങളും രാഷ്ട്രീയ നേതൃത്വവും നീതിന്യായ പീഠവും തിരിച്ചറിയണം. ഹൈറിച്ച് എന്ന കമ്പനി അനിൽ അക്കരയ്ക്ക് എങ്ങനെ ശത്രുവായി എന്ന് അദ്ദേഹം മറുപടി പറയണം. അദ്ദേഹത്തിന് ഈ കമ്പനിയുമായി ഒരു ഫ്രീ ഐഡി എടുത്ത ബന്ധം പോലുമില്ല. അദ്ദേഹം ഇടപെട്ട് ഈ കമ്പനി ഫ്രീസ് ചെയ്യുന്നത് വരെ ആർക്കും കമ്പനി ഒരു പൈസ പോലും കൊടുക്കാതിരുന്നിട്ടുമില്ല. പിന്നെ ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ കമ്പനിക്കെതിരെ പരാതി നൽകിയത്? തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം GST വകുപ്പിന് പരാതി നൽകുന്നു. അത് വിലപ്പോകാതെ വന്നപ്പോൾ ബഡ്സ് ആക്ട് പ്രകാരം പരാതി നൽകുന്നു. അതും വിജയിക്കില്ല എന്ന് കണ്ടപ്പോൾ കള്ളപ്പണ ആരോപണവുമായി EDക്ക് പരാതി നൽകുന്നു. പ്രിയപ്പെട്ട അനിൽ അക്കര സാറേ, താങ്കൾ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തിരിക്കുന്നത് ഹൈറിച്ച് എന്ന കമ്പനിയെ മാത്രമല്ല, 10,000-കണക്കിന് പട്ടിണി പാവങ്ങളെയാണ്. അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിടുക മാത്രമല്ല താങ്കൾ ചെയ്തത്, അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നു. താങ്കളുടെ ഈ പ്രവൃത്തിക്ക് മാപ്പില്ല. ഈ നാട്ടിലെ കുടുംബശ്രീ അമ്മമാർ കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തും തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് കൂലി കൂട്ടിവെച്ചും തൊഴിലും വരുമാനവും ഇല്ലാത്ത ചെറുപ്പക്കാരും കുടുംബനാഥന്മാരും കെട്ടുതാലി പണയം വെച്ചും കിടപ്പാടം പണയപ്പെടുത്തിയും ഒരു ഉപജീവന മാർഗത്തിനു വേണ്ടി കണ്ടെത്തിയ പണം എങ്ങനെ കള്ളപ്പണമാകും സാർ? ആ പണം ഉപയോഗിച്ചാണ് ഞങ്ങൾ റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആ പണം എങ്ങനെ ഹവാല പണമാകും സാർ? പാവപ്പെട്ട ഞങ്ങൾ സ്വരൂപിച്ചു വെച്ച ആ പണം കള്ളപ്പണമാണെങ്കിൽ ഞങ്ങളുടെ നികുതി പണം കൊണ്ട് താങ്കൾ വാങ്ങുന്ന ശമ്പളം അതും കള്ളപ്പണമല്ലേ? ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും താങ്കൾ ആ കാര്യം ഓർത്താൽ നല്ലത്.